ഞാനിപ്പോൾ നിൽക്കുന്നത് ആയുർശ്രീ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പുതിയ പ്രോജക്റ്റ് സൈറ്റിലാണ്. പത്തനാപുരം പഞ്ചായത്തിൽ പാതിരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോജക്റ്റ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ തനതായ ആർക്കിടെക്ചറും ചെട്ടിനാട് ആർക്കിടെക്ചറിൻ്റെ മോഡലിലുമാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും പണിഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇവിടെ ഇപ്പോൾ ടൈലിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നവർക്ക് തന്നെ ആത്താങ്കുടി ടൈലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ടൈലുകളാണ്. ഇത് ഹാൻഡ് മെയ്ഡ് ടൈലുകളാണ്. മെഷീനറി ഒന്നും തന്നെ ഇല്ലാതെ മനുഷ്യൻ പ്രത്യേകമായിട്ടുണ്ടാക്കിയിട്ടുള്ള അച്ചുകളിൽ പ്രത്യേകം ഡിസൈനുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ടൈലുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ ആത്താങ്കുടി ടൈലുകൾ ചെട്ടിനാട് ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ട് വളരെ പുരാതന കാലം തൊട്ട് തന്നെ ഉപയോഗിച്ചു വരുന്ന ടൈലുകളാണ്. ഈ ആത്താങ്കുടി ടൈലിന് പല തരത്തിലുള്ള ഡിസൈനുകളും സ്കർട്ടിങ്ങുകളും എല്ലാം തന്നെ ഉണ്ട്. നമ്മൾ ഓരോ ഏരിയയിലും പ്രത്യേകം ഡിസൈനുകളും ഓരോ മുറിക്കും പ്രത്യേകം ഡിസൈന്, അതിൻ്റെ മാച്ച് ചെയ്യുന്ന സ്കർട്ടിങ്ങുകൾ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ ആത്താങ്കുടി ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ആത്താങ്കുടിയിൽ ഈ ടൈലുകൾ നിർമ്മിക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ സ്ഥിരമായി ആത്താങ്കുടി ടൈൽസിൻ്റെ ഫിക്സിങ് ചെയ്യുന്ന ജോലിക്കാർ തന്നെയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ടൈലുകൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെട്ടിനാട് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ വളരെ പുരാതനമായിട്ടുള്ള സമയങ്ങളിൽ ചെട്ടിനാട് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ഈ രാജ്യത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെ വളരെയധികം ധനവാന്മാരായിട്ടുള്ള വ്യവസായികളായിരുന്നു. അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുറ്റി നടന്ന് അവിടെയൊക്കെ അവരുടെ വ്യവസായങ്ങൾ ചെയ്യുകയും അവിടെയൊക്കെയുള്ള ആർക്കിടെക്ചറുകൾ കണ്ട് അതേ തരത്തിലുള്ള ആർക്കിടെക്ചർ ചെട്ടിനാടിലും ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ദ്രാവിഡ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബുദ്ധകാലത്തുണ്ടായിരുന്ന ദക്ഷിണേന്ത്യൻ ആർക്കിടെക്ചർ, ഇതിനോടൊപ്പം ലോകത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലുള്ള ആർക്കിടെക്ചറിൻ്റെ നല്ല വശങ്ങൾ കൂടി ചേർത്തിട്ട് ചെട്ടിനാട് ആർക്കിടെക്ചർ എന്ന പേരോട് കൂടിയിട്ട് ഒരു ആർക്കിടെക്ചർ ഭാഗം തന്നെ ഉത്ഭവിച്ചു. അങ്ങനെ ഈ ചെട്ടിനാട് ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ട് അവർ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച് തുടങ്ങിയതാണ് ഈ ആത്താങ്കുടി ടൈലുകൾ. ഈ ടൈലുകളെല്ലാം തന്നെ മനുഷ്യർ അച്ചുകളിൽ ഒരു മെഷീനറിയുടെയും സഹായമില്ലാതെ അച്ചുകളിൽ വാർത്തെടുക്കുന്ന ടൈലുകളാണ്. ആയുർശ്രീയുടെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കിച്ചനും ബാത്റൂമും ഒഴിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ആത്താങ്കുടി ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്.